എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്കെന്നല്ല, ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കിട്ട് പണി വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. 2020 സ്റ്റുഡൻസ് പ്രധാനമായും വാച്ച് ചെയ്യുക. വിശദമായ അപ്ഡേറ്റിലേക്ക് നടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും കൂടി ചെയ്തോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കും കൂടി പണി വരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിന് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, 2019 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കുന്നില്ല. അവർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, മേഴ്സി ചാൻസ് എക്സാമിനേഷൻ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊരവസ്ഥയുണ്ട്. അപ്പോൾ എക്സാം വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം 2020 ടു 2023 അല്ലെങ്കിൽ 2024 എന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 2020 മുതലുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഇനി ഉഴപ്പിക്കൂടാ. കാരണം 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അതേ അവസ്ഥ നിങ്ങൾക്കും വരും. കാരണം ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടുന്നത്, ആ വർഷം മുതൽ 5 to 6 years ആണ് അതിൻ്റെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2020 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ 2025 ആകാൻ പോകുമ്പോൾ 5 വർഷം പൂർത്തിയാകുകയാണ്. ഇനി ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾക്ക് എന്തായാലും എഴുതാം. അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾക്കിത് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് സംശയം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യമേ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ പഠിച്ച് എങ്കിലും പാസ് ഔട്ടായി പോകാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ, മേഴ്സി ചാൻസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ നല്ല ഡിലേ എടുക്കും. എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.